ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ മുഹമ്മദ് ഫാരിസ്. 2025 വർഷത്തിലെ ആദ്യ പ്രിലിംസിൻ്റെ 4 ഘട്ടങ്ങൾ കഴിഞ്ഞു. ഇനി ഒരു എക്സ്ട്രാ ഘട്ടം വരുന്നുണ്ട്. ആദ്യ 4 ഘട്ടങ്ങളിൽ എഴുതാൻ സാധിക്കാത്തവർക്ക് ഒരു അവസരം എന്നോണം PSC ഒരു ഘട്ടം കൂടി നടത്തുന്നുണ്ടെന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ PSCയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. അപ്പോൾ ഈ 4 ഘട്ടങ്ങൾ ജനറലി 4 ഘട്ടങ്ങളായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ആ 4 ഘട്ടങ്ങളും അവസാനിച്ചു. സ്വാഭാവികമായിട്ടും പല ആൾക്കാരും ഇപ്പോൾ ഒന്നാം ഘട്ടമാണ് ടഫ്, രണ്ടാം ഘട്ടമായിരുന്നു ടഫ് എന്ന് പറയുന്ന രീതിയിലുള്ള സംസാരമായിരിക്കും. അപ്പോൾ ഇത്തവണത്തെ പ്രിലിംസ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നിലവാരമുള്ള പ്രിലിംസ് എക്സാം ആയിരുന്നു. ഓരോ വർഷം കഴിയുമ്പോഴും പ്രിലിംസിന്റെ നിലവാരം മെയിൻസിനോട് അടുപ്പത്തിലൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഫസ്റ്റ് പ്രിലിംസ് ഒക്കെ ആണെങ്കിൽ ഞാൻ അതാണ് ഏറ്റവും ടഫ് എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഫസ്റ്റ് പ്രിലിംസിൽ ഏകദേശം 20ഓളം സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നിരുന്നു. അത് ഒരു മെയിൻസ് എക്സാമിന്റെ ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പോലെ ആ ഒരു ലെവല് വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കാരണം 1.25 മണിക്കൂറേ ഉള്ളൂ. ആ ഒരു വിത്തിൻ ടൈം പലർക്കും ചെയ്യാൻ പറ്റാത്ത ആ ഒരു 1.25 മണിക്കൂറിനുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് തീർന്നില്ല എന്ന് പല പരാതികളും കേട്ടിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രിലിംസ് എക്സാം കഴിഞ്ഞു. 4 ഘട്ട പ്രിലിംസ് എക്സാം ഒഫീഷ്യലി കഴിഞ്ഞു. ഇനി ഒരു ഘട്ടം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതോടുകൂടിയിട്ട് 2025 ആദ്യ പ്രിലിംസ് അല്ലെ, ആദ്യ 10th ലെവൽ പ്രിലിംസ് അവസാനിക്കുകയാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് OA, അതുപോലെ ലബോറട്ടറി അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ടൈം കീപ്പർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 3 പോസ്റ്റുകളിലേക്കായിരുന്നു ഈ ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ഈ ഒരു പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞു. ഇനി മെയിൻസിന് എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് പ്രിലിംസ്, ഇത് പ്രധാനമായിട്ടും ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് PSC എഴുതുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ഈ പ്രിലിംസിൽ നിന്നും നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് മെയിൻസിലോട്ട് എങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങണം, ആ രീതിയിൽ ഏതൊക്കെയാണ് വ്യത്യാസം വരാൻ സാധ്യതയുള്ള ടോപ്പിക്. അതിൽ പ്രിലിംസിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കാണ് കേരളവും ഭരണ സംവിധാനവും അതുപോലെ സുപ്രധാന നിയമങ്ങളും. നമ്മുടെ പ്രിലിംസിൽ ഇല്ലാത്തതും മെയിൻസിലുള്ളതുമായിട്ടുള്ള പ്രധാനപ്പെട്ട 2 GK ടോപ്പിക്സ് ആണ്. ഈ ഇംഗ്ലീഷും മലയാളവും പ്രിലിംസിലില്ല, അത് ശരിയാണ്. ഞാൻ ഉദ്ദേശിച്ച GK ടോപ്പിക്സ് ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും, ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും എക്കണോമിക്സ് ഒക്കെ ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും, നമ്മൾ പ്രിലിംസിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ടതുണ്ട്. ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സ് ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇവിടെ കൂടുതലായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പ്രിലിംസിലാണെങ്കിൽ ഈ ഹിസ്റ്ററിയെക്കുറിച്ചും ജോഗ്രഫിയെക്കുറിച്ചൊക്കെ വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷേ മെയിൻസിലോട്ട് വരുമ്പോൾ നമുക്ക് വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, ഇനിയിപ്പോൾ ജോഗ്രഫി ആണെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഇങ്ങനെ സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് ഒന്നുകൂടി വാസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി ആവശ്യമാണ്. പല ആൾക്കാരും അവർക്ക് പറ്റുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസ് അവർ നന്നായിട്ട് എഴുതും, നല്ല ടോപ്പ് സ്കോർ ചെയ്യും, ഒരു 90+ ഒക്കെ സ്കോർ ചെയ്യും. പക്ഷേ മെയിൻസിലോട്ട് എത്തുമ്പോൾ അവരൊന്ന് പിറകി പോകുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. സോ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് സിലബസ് പ്ലാൻ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്നില്ല, സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തീരുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. അതുപോലെ തന്നെ അവർ നോൺ GK ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ മാത്സ്, മലയാളം, ഇംഗ്ലീഷിൽ പ്രോപ്പറായിട്ട് സ്കോർ ചെയ്യുന്നില്ല. അതാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ 4 ഘട്ട പ്രിലിംസുകൾ കഴിഞ്ഞു. ഇനി മെയിൻസ് എക്സാമിലേക്കുള്ള ചുവടുവെപ്പാണ്. വിത്തിൻ 3 monthsന്റെ ഉള്ളിൽ തന്നെ എന്തായാലും ഈ ഒരു വിവിധ എക്സാമുകളിലേക്കുള്ള മെയിൻസ് എക്സാം നടക്കും. നമുക്ക് അതിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് നമുക്ക് ഓൾറെഡി PSC കലണ്ടർ അല്ലെ, ആനുവൽ കലണ്ടർ 2025 തുടക്കത്തിൽ തന്നെ ലഭിച്ചിരുന്നു. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ പ്രിലിംസിന്റെ ഫ്ലോ കളയാതെ ഉടനെ തന്നെ എന്ത് ചെയ്യുക, മെയിൻസ് എക്സാമിലോട്ട് പഠിക്കുക. സോ നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കർ എന്താണ്, ഈ മെയിൻസ് എക്സാമിലേക്കുള്ള ആ ഒരു പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രിലിംസ് എന്നൊരു ബ്രിഡ്ജാണ്, മെയിൻസിലേക്കുള്ള ഒരു ബ്രിഡ്ജ്. സോ നമ്മുടെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. അതുപോലെ തന്നെ കട്ട് ഓഫിന്റെ കാര്യം ഓർത്ത് പല ആൾക്കാരും പല എക്സാമുകളിലും അവർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ആവറേജ് സ്കോർ ചെയ്ത ആൾ, ഇപ്പോൾ ഒരു ടോപ്പ് മാർക്കുള്ള ഒരാൾ ഒരു 90 മാർക്കൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ എന്താണ് മെയിൻസിലോട്ട് പഠിച്ചു തുടങ്ങും. എന്നാൽ ആവറേജ് മാർക്കുള്ള ഒരാൾ, ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു 70, ഇപ്പോൾ പ്രിലിംസിന്റെ മാർക്ക് നന്നായിട്ട് സ്റ്റേറ്റ് വൈഡ് ഒക്കെ ആകുമ്പോഴേക്കും നല്ല സ്കോർ വരാറുണ്ട്. ഇപ്പോൾ പല സ്റ്റേറ്റ് വൈഡ് എക്സാമിന്റെയും കട്ട് ഓഫ് 80 ഒക്കെ പ്രിലിംസിന് വരാറുണ്ട്. സോ ഒരു ആവറേജ് സ്കോർ ഒരാൾ, അയാൾ കൺഫ്യൂഷനിലാണ്. ഞാൻ ഇനി പ്രിലിംസിന് പഠിക്കണോ, അതോ ഞാൻ ഇനി അടുത്തൊരു എക്സാമിന് വേണ്ടി പഠിക്കണോ, അതോ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ, ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും.
സോ ആ കൺഫ്യൂഷൻ അടിച്ചത് ഇരുന്നിട്ട് അവസാനം പ്രിലിംസിലേക്കുള്ള ക്വാളിഫൈ ചെയ്തു എന്ന് പറയുന്ന ലിസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അയാൾക്ക് പഠിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു സമയം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അയാൾ അത്ര നേരം അയാൾ ടെൻഷൻ അടിച്ച് സമയം കളഞ്ഞു. ഇനി മെയിൻസിലേക്കുള്ള ആ ഒരു സമയം വളരെ കുറച്ചാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ചിലർ നന്നായിട്ട് പ്രിലിംസിൽ പെർഫോം ചെയ്യും, പക്ഷേ മെയിൻസിലോട്ട് എത്തുമ്പോൾ ഒന്ന് പുറകിപ്പോവും. ഇതൊക്കെ അതിൻ്റെ ഒരു ആ മാർക്ക് കുറയാൻ ഒരു ഫാക്ടറായിട്ട് മാറുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 4 ഘട്ട പ്രിലിംസ് കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും മെയിൻസിലേക്കുള്ള പഠിത്തം അത് നമുക്ക് നല്ല സെറ്റായിട്ട് തന്നെ നമുക്ക് മെയിൻസ് ആകുമ്പോൾ ഒന്നുകൂടി വാസ്റ്റായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓരോ ടോപ്പിക്കിലും കൃത്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിക്ക് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഉണ്ട്. ഇപ്പോൾ 1-2 ടോപ്പിക്സ് ഞാൻ പറയും. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ പ്രധാനമായിട്ടും ഗാന്ധിയൻ പീരീഡ് നന്നായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഗാന്ധിയൻ പീരീഡ് നല്ല ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ജോഗ്രഫി ഒക്കെ ആണെങ്കിൽ ഞാൻ എല്ലാ ടോപ്പിക്സ് എടുത്ത് പറയുന്നില്ല, ഓരോ ടോപ്പിക്സ് എടുത്ത് പറയാണ്. വേൾഡ് ജോഗ്രഫി ആണെങ്കിൽ അവിടെ എപ്പോഴും അറ്റ്മോസ്ഫിയർ, എർത്ത് സ്ട്രക്ചർ ഇതിനെക്കുറിച്ച് എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഇന്ത്യൻ ജോഗ്രഫി ആണെങ്കിൽ അവിടെ ഉത്തരപർവ്വത മേഖല, ഹിമാചൽ, ഹിമാദ്രി, സിവാലിക് ഇതിനെക്കുറിച്ച് എപ്പോഴും ചോദ്യം വരാറുണ്ട്. നദികൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പിന്നെ മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ LDയുടെ സിലബസ് തന്നെയാണ് എവിടെയുള്ളത്, നമുക്ക് എവിടെ പഠിക്കാനുള്ളത്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണെങ്കിലും അസിസ്റ്റന്റ് സെയിൽസ്മാന് പ്രിലിംസ് ഇല്ല, നമ്മുടെ സെക്രട്ടേറിയറ്റ് OA അതുപോലെ തന്നെ ലബോറട്ടറി അസിസ്റ്റന്റ് ഈ 2 എക്സാമിൻ്റെയും സിലബസ് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ 2 എക്സാമിന് ഇപ്പോൾ LDC മെസ്സേജുകൾ വന്നു കഴിഞ്ഞു. വരാത്തവരെന്ത് ചെയ്യുക, ഈ വരുന്ന സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന എക്സാമിലേക്ക് നല്ല ഗ്ലാമറസ് ആയിട്ടുള്ളൊരു പോസ്റ്റ് തന്നെയാണ് അത്. സോ അതിലേക്ക് പഠിച്ചു തുടങ്ങുക. LDയുടെ ആ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് തന്നെ. ഓക്കെ, അവിടെ എന്തൊക്കെ പാളിച്ചകളാണോ പറ്റിയിട്ടുള്ളത്, സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻസ് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുക. അതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ 4 ഘട്ട പരീക്ഷകൾ കഴിഞ്ഞു. കട്ട് ഓഫിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരം ഉണ്ടാവും. അതാണ് ടഫ്, നോർമലൈസേഷൻ കിട്ടോ, ഇങ്ങനെ ഒരുപാട് സംസാരങ്ങൾ പല ടെലിഗ്രാം ഗ്രൂപ്പ്സിലും മറ്റ് ഗ്രൂപ്പുകളൊക്കെ കാണും. നിങ്ങൾ അതിൻ്റെ പിറകെ പോവാതെ നിങ്ങളുടെ ഫോക്കസ് എയിം എന്താണോ അതിലോട്ട് മാത്രം നോക്കി നിങ്ങൾ പഠിക്കുക. ഓക്കെ, നമുക്ക് ഒരുപാട് എന്താ പറയുക, നമ്മൾ ഒരുപാട് നെഗറ്റീവ്സ് കേൾക്കും. കട്ട് ഓഫ് ഒരുപാട് കൂടും, ഇപ്പോൾ ഒരുപാട് എക്സാമിൻ്റെ കട്ട് ഓഫ് വലുതല്ലേ, അതുകൊണ്ട് കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. ചിലപ്പോൾ അത് ശരിയാകാം, തെറ്റാകാം. ഒരിക്കലും അതിൻ്റെ പുറകെ നിങ്ങൾ ചിന്തിച്ച് സമയം കളയാതെ എന്ത് ചെയ്യുക, മെയിൻസ് എക്സാമിലേക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ LDCയുടെ സിലബസ് തന്നെയാണ് ഈ ഒരു മെയിൻസ് എക്സാമിനുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അസിസ്റ്റന്റ് സെയിൽസ്മാനും അതുപോലെ സെക്രട്ടറിയോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ സിലബസും LDയുടെ തന്നെയാണ്. അത് പ്രിലിംസ് ഇല്ലാത്തൊരു മെയിൻസ് പരീക്ഷയാണ്. ഓക്കെ, ഞാനിവിടെ അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്സാമിലൊക്കെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ എക്സാം നടന്നപ്പോൾ. ഇത്തവണ അതൊന്നുമില്ല. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ LD കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു എക്സാമിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. LDയിൽ നമുക്ക് സംഭവിച്ച മിസ്റ്റേക്കുകളെല്ലാം നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കി തിരുത്താൻ കഴിയണം. ഓക്കെ, സോ ഈ 4 ഘട്ട പരീക്ഷ കഴിഞ്ഞു. ഇനി ഒരു ഘട്ടം കൂടി നടക്കും. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് മെയിൻസ് എക്സാം പ്രതീക്ഷിക്കാം. സോ എല്ലാവരും നല്ല കൃത്യനിഷ്ഠയോടെ അതുപോലെ തന്നെ ഒരു മടി കൂടാതെ പഠിക്കുക. തീർച്ചയായിട്ടും കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെയുണ്ട്. ഓൾറെഡി നമ്മൾ പ്രിലിംസിന് ശേഷം തന്നെ മെയിൻസ് എക്സാമിലേക്കുള്ള ആ ഒരു സ്ട്രാറ്റജി തുടങ്ങിയിരുന്നു, ആ ഒരു ബ്രിഡ്ജ് തുടങ്ങിയിരുന്നു. സോ നിങ്ങൾക്കും നമ്മുടെ കൂടെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൂടെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചും ഫീ ഡീറ്റെയിലിനെ കുറിച്ചും മറ്റുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.